സൗഹൃദ സംഭാഷണമാണ് നടന്നത്. പണക്കാട് കുടുംബവുമായി വർഷങ്ങളുടെ ബന്ധമാണ് എനിക്കുള്ളത്. 40-45 വർഷത്തെ ബന്ധമാണ്. ഞാൻ 28ാമത്തെ വയസ്സിൽ മന്ത്രിയായപ്പോൾ ആദ്യം വന്നത് അന്ന് പണക്കാട്ട് വന്ന് അന്ന് ശിഹാബ് തങ്ങളെ കണ്ടിട്ടാണ് എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ. അപ്പോൾ ഇത്തവണ മന്ത്രിയായപ്പോൾ പിന്നെ ഇവിടെ വരാൻ കഴിഞ്ഞില്ല, എല്ലാവരും തിരക്കിലായി. അതോടൊപ്പം തന്നെ വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അന്ന് എൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ടായിരുന്നതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. പ്രത്യേകിച്ച് വേറെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു സൗഹൃദം ഈ കുടുംബവുമായിട്ട് എന്നും എനിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അത് ഹൈദരലി തങ്ങളാണെങ്കിലും ഇപ്പോൾ സാദിഖ് അലി തങ്ങളാണെങ്കിലും എല്ലാവരും അത്രയും അടുപ്പവും സൗഹൃദമുണ്ട്. പിന്നെ അവരുടെ ഇടയിലൊക്കെ ഒരു പാലമാണ് ഈ കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ട് തങ്ങന്മാരെ എപ്പോഴും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ അദ്ദേഹത്തോടാണെല്ലാം പറയാറുള്ളത്. ആ ഒരു സൗഹൃദം അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളില്ല. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരള ഗവൺമെൻറ് മയക്കുമരുന്നിനെതിരായി ഒരു വലിയ പോരാട്ടം നടത്തുകയാണ്. ഓപ്പറേഷൻ തുഫാൻ കേരള ജനത ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ തങ്ങൾക്ക് ഞാനൊരു തുഫാൻ ബാഡ്ജ് കൂടി നൽകുകയാണ്. തുഫാൻ വാരിയറായി തങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. നാളെ മുസ്ലിം ലീഗിൻ്റെ യോഗമുണ്ട്. അപ്പോൾ അവിടെയും ഇത് പറയണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ്. രാഷ്ട്രീയമില്ലാതെ എല്ലാവരും, അത് മാധ്യമങ്ങൾ നന്നായി ഏറ്റെടുക്കുന്നുണ്ട്. കേരളത്തിലെ യുവതലമുറയെ നമ്മളൊരു വിനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനും അദ്ദേഹത്തിൻ്റെ പിന്തുണ തേടിയാണ് ഞാനിവിടെ എത്തിയത്.